Define life of a 1980 actress എങ്ങനെയായിരുന്നു? ഗോൾഡൻ എറ ഓഫ് സിനിമ എന്ന് ഫസ്റ്റ് പറയേണ്ടത്, ഗോൾഡൻ ടൈംസ് എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ നല്ല നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ വന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഹീറോയ്ക്കും ഹീറോയിൻസിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിരുന്ന സിനിമകൾ വന്നിരുന്ന, എല്ലാവരും ഒരുപാട് മര്യാദ കൊടുത്തിരുന്ന ഒരു സമയം. റെമ്യൂണറേഷൻ അങ്ങനെ തന്നെയായിരുന്നു? റെമ്യൂണറേഷൻ വാസ് ഓൾസോ ഓക്കെ. എന്താ പറയുന്നത്, അങ്ങനെയൊന്നുമല്ല. ഹീറോയ്ക്കും ഹീറോയിനും ഒരിക്കലും ഒരിടത്തും ഒരുപോലെ റെമ്യൂണറേഷൻ ആവില്ല, കിട്ടില്ല. ഇല്ല, ഒരിക്കലും കിട്ടില്ല. അന്നുമില്ല, ഇന്നുമില്ല, എന്നും കിട്ടില്ല. അക്കോർഡിംഗ് ടു യു വാട്ട്സ് ബ്യൂട്ടി? ബ്യൂട്ടി എല്ലാവരും പറയും വെളിയിൽ കാണുന്ന ഭംഗി അല്ല, മനസ്സിനകത്തുള്ള ഭംഗിയാണ് ഭംഗി എന്ന് പറയുന്നതിൽ പകുതിയും കള്ളത്തരമാണ്. ഇപ്പോൾ ഒരാളിനെ നമ്മൾ കാണുന്നു, തരക്കേടില്ലാത്ത ലുക്കുള്ള ആൾക്കാരും ഉണ്ടാവും, നല്ല ഭംഗിയുള്ള ലുക്കുള്ള ആൾക്കാരും ഉണ്ടാവും. പക്ഷേ നല്ല ഭംഗിയുള്ള ആൾക്കാരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആൾക്കാരൊന്നും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്. പിന്നെ ഡയലോഗ് അടിക്കും, ഞാനതൊന്നുമല്ല നോക്കിയത്, അവരുടെ ആന്തരിക ബ്യൂട്ടിയാണെന്നൊക്കെ. ആ പറയുന്നതൊക്കെ കുറച്ചൊക്കെ കള്ളത്തരമുണ്ട്. അതുകൊണ്ട് രണ്ടും വേണം. പക്ഷേ എങ്കിലും ബിഹേവിങ്ങിലൂടെയാണ് ഒരാളിന് ഭംഗി വരാറ് എന്നുള്ള അഭിപ്രായത്തിലാണ് എൻ്റെ അഭിപ്രായം. ബിഹേവിങ്. കാരണം ഒരാൾ, അതായത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരാൾ ആണോ പെണ്ണോ ഇരുന്നോട്ടെ, ഹലോ എന്തോന്ന് ഹലോ എന്ന് പറഞ്ഞാൽ പിന്നെ ആരടുത്തെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമോ? ഇല്ല. അതേ സമയത്ത് അതേപോലെ വേറൊരാളുടെ അടുത്ത് ഹലോ എന്ന് പറയുമ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് ഹൗ ആർ യു, അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കാണാൻ ഉണ്ടോ ഇല്ലയോ, പക്ഷേ അവരുടെ ആ ബിഹേവിങ്ങിനോട് നമുക്കൊരിഷ്ടവും ആ ബിഹേവിങ്ങിലൂടെ അവർക്കൊരു ഭംഗി നമുക്ക് തോന്നും. ഹീറോയിൻസ് ബിഫോർ അംബിക, ആഫ്റ്റർ അംബിക അസൂയ തോന്നുന്നത് ഏത് കാലഘട്ടത്തിനോട്? അല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിനോട് അസൂയ തോന്നാറില്ല. പക്ഷേ എന്താ പറയുന്നത്, നമ്മൾ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്തിനുള്ളതിനേക്കാളും വസതികൾ ഒരുപാട് വന്നു. അപ്പോൾ ഈ വസതിയൊക്കെ അന്ന് നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ, ഒരു ഡ്രസ് ചേഞ്ചിന് പോകുമ്പോൾ ഒക്കെ കുറച്ചുകൂടെ ഹെൽപ്പായതിനെന്ന് തോന്നിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ, സൗകര്യങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ അസൂയ തോന്നുന്ന രീതിയിലുള്ള ഹീറോയിൻസ് ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഹീറോയിൻസിന് ചില സിനിമകൾ കാണുമ്പോൾ മോർ പെർഫോമൻസിന് ചാൻസസ് കൂടുതലാണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ചില പടങ്ങൾ പണ്ട് കുറവായിരുന്നു, പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ കുറവായിരുന്നു. ഐ തിങ്ക് പിന്നെ അംബിക അഭിനയിച്ച സിനിമ കുറേ നല്ല നല്ല പടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ വളരെ ഹെവി ആയിട്ടുള്ള പടങ്ങൾ ഇപ്പോൾ ചില പടങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് 10 പടങ്ങൾ എടുത്താൽ അതിൽ 2 പടം റിയലിസ്റ്റിക്കും അൺറിയലിസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാമോ? കാരണം അന്നത്തെ കാലത്ത് അഭിനയം നിത്യജീവിതത്തിൽ അഭിനയമായിട്ട് തോന്നാറില്ല. പക്ഷെ ഇന്നത്തെ കാലം കുറച്ചുകൂടി നിത്യജീവിതമായിട്ട് അടുത്ത് നിൽക്കുന്ന പോലെ തോന്നിക്കാൻ ശ്രമിക്കുന്നു സിനിമ. അങ്ങനെ തോന്നിക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ട്. അതിനെയാണ് ഈ നിത്യജീവിതത്തിൽ തോന്നിക്കാൻ ശ്രമിക്കുന്നതിനാണ് 3G എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ സിനിമയാക്കി ഇറക്കുന്നത്. അതായത് അവരുപയോഗിക്കുന്ന ഭാഷ, അവരുടെ ബോഡി ലാംഗ്വേജ്, അതൊക്കെ ഞാൻ ഈയിടെ കുറേ 2-3 3G പടങ്ങൾ ഞാൻ കണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ, നമ്മൾ ന്യൂ ജി എന്ന് പറയുന്നു, ഇപ്പോൾ 3G ആയി. അതായത് അത് കണ്ടപ്പോൾ അതിലെ ചില സീൻസ്, ചില ഡയലോഗ്സ്, ചില ബോഡി ലാംഗ്വേജ് ഒക്കെ വല്ലാതെ തോന്നി. അതായത് ഇറിറ്റേറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നി. ഇന്നത്തെ പല ലാംഗ്വേജ് ആണ് മെയിൻ.
ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ലാംഗ്വേജ് ഒരു ബോഡി ലാംഗ്വേജ്, ലാംഗ്വേജ് ഭാഷയും ബോഡി ലാംഗ്വേജും പ്ലസ് ചില വേർഡ്സ്, അതായത് വല്ലാതെ ഉപയോഗിക്കുന്നത്, അതൊന്ന് കുറയ്ക്കണം എന്നുള്ളത് എനിക്കിപ്പോഴത്തെ ഡയറക്ടേഴ്സിനോടുള്ള ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. അതായത് ചില വേർഡ്സ് അങ്ങോട്ട് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നണം. അതെന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ട്രസ് ആയിരുന്നു അംബിക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അംബിക വാസ് എ സൂപ്പർ സ്റ്റാർ. അതുകൊണ്ട് തന്നെ ഏതൊരു നടൻ പറയുന്ന പോലെയും നടി പറഞ്ഞാൽ ഡയറക്ടറോ അല്ലെങ്കിൽ ആ സെറ്റിൽ ആരും തന്നെയും അനുസരിക്കുമായിരുന്നു, വിശ്വസിക്കുമായിരുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇന്നത്തെ സെറ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ സിനിമകളിൽ കാണുന്ന ചില കാര്യങ്ങൾ അന്നത്തെ സിനിമയിൽ ഡയറക്ടർ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അംബിക റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ ഗ്ലാമർ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം അഭിനയിച്ച തമിഴ് പടത്തിൽ ഒരു സിറ്റുവേഷനിൽ ഞാൻ വന്നിട്ട് എൻ്റെ ഡ്രസ്സ് മുഴുവൻ പോയിട്ട് ഹീറോ തരുന്ന ഹീറോയുടെ വെറും കോട്ട് മാത്രം ഇട്ടുകൊണ്ട് ഫുൾ സോങ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കമലഹാസനായിരുന്നു ഹീറോ. അത് 3 ലാംഗ്വേജിലെടുത്ത പടം, ഞാനും ഒരു തൊഴിലാളി. അതിൽ വന്നിട്ട് പിന്നെ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ എന്തോ വില്ലനോ അങ്ങനെ എന്തോ ഒന്ന് സംതിങ് എൻ്റെ ഡ്രസ്സ് മുഴുവൻ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഡ്രസ്സില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഹീറോ വരുമ്പോഴത്തേക്ക് ഇതാ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കോട്ട് ഇട്ടുകൊണ്ടാണ് വരുന്നത്. ആ വെളിയിലിട്ടിരിക്കുന്ന കോട്ട് എനിക്ക് തരും. അപ്പോൾ ആസ് ഇറ്റ് ഈസ് ഒരു ഹീറോ കോട്ട് ഇടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ ലെങ്ത്തേ കാണുള്ളൂ. ആ ലെങ്ത്ത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് നോ ഡ്രസ്സ് എന്നുള്ള ഇതിലേ വരുള്ളൂ. പക്ഷേ ആ ഡ്രസ്സ് ലെങ്ത്ത് കൂട്ടി കുറച്ചൊന്ന് ചീറ്റ് ചെയ്തിട്ട് വലിയ കോട്ടായിട്ട് ഞാൻ ഇട്ടു, ഗ്ലാമറായിട്ട് ഇട്ടു. പക്ഷേ ഒരു വൾഗറായിട്ട് കാണുന്ന രീതിയിൽ ഞാൻ ഇട്ടില്ല. പിന്നെ ഞാൻ ഒരിക്കലും 2 പീസ് സ്വിമ്മിങ് ഡ്രസ്സ് ഇട്ടിട്ടില്ല. കാരണം ഒന്ന് 2 പീസ് സ്വിമ്മിങ് വെയർ ഞാൻ ഇട്ടാൽ ഒന്ന് കാണാൻ കൊള്ളില്ല. കാരണം 2 പീസൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസ് വേണം. അതായത് ഞാൻ ഇട്ടിട്ട് അങ്ങനെ ആ 2 പീസൊക്കെ ഇട്ട് നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ഡ്രസ്സിനും ആ സീനിനും ആ സിറ്റുവേഷനും ഭംഗി കാണും. എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു കൂട്ടത്തിലായിരുന്നു ആ സമയത്ത്. സ്വിമ്മിങ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ടെൻഷനാവും. ഓക്കെ, സിനിമയുടെ സബ്ജക്റ്റ് കേൾക്കാൻ വരുന്ന സമയത്ത് ആദ്യം എൻ്റെ അമ്മയും ഞാനും ചോദിക്കുന്നത് ഓക്കെ ഇത് ഗ്ലാമർ റോളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം ഗ്ലാമർ മലയാളം ചെയ്തിട്ടില്ല. അന്ന് പ്രയോഗമുണ്ട് ഗ്ലാമർ ആ ഗ്ലാമർ എന്നുള്ള ഉണ്ട്. ഇല്ല, ഗ്ലാമർ റോളാണ്. സ്വിമ്മിങ് ഡ്രസ്സ് ഏതാവത് ഇരിക്കുക എന്ന് ചോദിക്കും. ഇല്ല, അപ്പോൾ ഓക്കെ, ആദ്യം ചോദിക്കുന്നത് അതാണ്. അപ്പോൾ കാരണം അതൊക്കെ ഇട്ടാൽ ഭംഗിയുള്ള ഹീറോയിൻസ് ഇട്ടാൽ ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ടിക് ടിക് പടത്തിൽ മാധവി ഇട്ടു, നല്ല രസമുണ്ടായിരുന്നു അവരെ കാണാൻ. പക്ഷേ എനിക്ക് അങ്ങനെ ഇടാനൊക്കെ എന്ന് ചോദിച്ചാൽ എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല. പക്ഷേ ഞാൻ ഗ്ലാമറായിട്ട് അഭിനയിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അഭിനയിച്ചിട്ടുണ്ട്. നോ പറഞ്ഞിട്ടുള്ളത് എപ്പോഴൊക്കെയാണ് അംബിക? സ്വിമ്മിങ് ഡ്രസ്സ്, പിന്നെ ഒരു ഫിലിമിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ഫിലിം മെയിൻ ക്യാരക്ടർ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഡേറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, അയ്യോ ഞാൻ സിറ്റുവേഷൻ ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചപ്പം അതെങ്ങനെ ക്യാരക്ടർ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് മരിക്കുന്നതിന് മുമ്പ് ഒരു ലിപ്പ് ടു ലിപ്പ് കിസ് ഉണ്ടെന്ന് പറഞ്ഞു. ആഹാ, മരിക്കുന്നതിന് മുമ്പ് ലിപ്പ് ടു ലിപ്പ് കിസ്. ഞാൻ ഓക്കെ എന്ന് പറയുകയും ചെയ്തു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു അത് ഏത് ഡേറ്റ് എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അവർ അയ്യോ ആ ഡേറ്റിൽ ഞാൻ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് തടി തപ്പി സ്കൂട്ടായി. അങ്ങനെയുള്ള ഇതിനൊക്കെയാണ് ചെറിയ. പിന്നെ സ്വിം സൂട്ട് ഇല്ല, നോ ലിപ് ടു ലിപ്, നോ ലിപ് കിസ്, പിന്നെ അങ്ങനെയുള്ളൂ. അല്ലാതെ പിന്നെ ഗ്ലാമർ സീനൊക്കെ അഭിനയിക്കും. യു ആർ എ വെരി പോസിറ്റീവ് ഹ്യൂമൻ ബീങ്, യു ആർ എ വെരി പോസിറ്റീവ് ആക്ട്രസ്. ഐ എം സോ ഹാപ്പി എൻ്റെ കൂടെ അംബിക എന്നുള്ള ലെജൻഡറി ആക്ടർ ഇവിടെ ഉണ്ടെന്ന്. സോ ഞാൻ 100 കണക്കിന് ആക്ടേഴ്സിനോട് അഭിനയിച്ചിട്ടുണ്ട്. അതിനിടയിൽ ചില പേരുകൾ മാത്രം ഞാൻ പറയാൻ പോവാണ്. ഒരു വാക്കിൽ ഇവർ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അതിനേക്കാൾ കൂടുതൽ പോവാം, അപ് ടു യു. പ്രേം നസീർ. ഞാൻ മറുപടി പറയാം, അത് പിന്നെ അത് ഗോസിപ്പായിട്ട് മാറരുത്. ഞാൻ പ്രേമിച്ച ഒരു ഹീറോയാണ്. അതായത് ചെറിയ വയസ്സ് മുതലേ മനസ്സിൽ കൊണ്ട് നടന്ന ആരാധിച്ച് നടന്ന എൻ്റെ ഫേവറേറ്റ് ഹാൻസം ഹീറോ പ്രേം നസീർ സാർ. കമൽഹാസൻ. ഉലകനായകൻ എന്നുള്ള പേര് ആപ്റ്റായിട്ടുള്ള ഒരു ആക്ടർ. ജയൻ. വെരി നൈസ് ഹ്യൂമൻ ബീയിങ്. രജനീകാന്ത്. സിമ്പിൾ. സുകുമാരൻ. എനിക്ക് പേടിയുണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ്. സുഖുവേട്ടൻ ലൊക്കേഷനിലുണ്ടെങ്കിൽ മിണ്ടാതിരിക്കും ഞാൻ. അയ്യോ സുഖേട്ടനൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ആക്ടറായിരുന്നു സുഖേട്ടൻ. കാരണം സുഖേട്ടൻ ലൊക്കേഷനിൽ വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരുമ്പോൾ ആള് പാവമാണ്, പക്ഷേ നമുക്ക് കാണുമ്പോൾ പേടിയാവും. അതുകൊണ്ട് എനിക്ക് പേടിയുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു. ഇന്നത്തെ പൃഥ്വിരാജിനോ ഇന്ദ്രജിത്തിനോ സുകുമാരൻ്റെ ട്രേറ്റ്സ് കൂടുതലുള്ളത്? എനിക്ക് 2 പേരിലും തോന്നിയിട്ടുണ്ട് അങ്ങനെ. ഞാൻ താന്തോന്നി പടം വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സീൻസിൽ പൃഥ്വിയുടെ ചില ആക്ഷൻസും ചില ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ചേഷ്ട ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ചില സീൻസൊക്കെ ഓർമ്മ വരുമായിരുന്നു. മോഹൻലാൽ.
സ്വീറ്റ് പേഴ്സൺ, മമ്മൂട്ടി. ഒരു പ്രിൻസിപ്പൾ എന്നൊക്കെ പറയില്ലേ, നമ്മളൊരു സ്കൂളിലെ വാദ്യാർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റൈലിൽ നോക്കുന്ന ഒരാൾ. ശിവാജി ഗണേശൻ. എക്സലൻ്റ് ആക്ടർ, എക്സലൻ്റ് ആക്ടർ. അതായത് അദ്ദേഹത്തിൻ്റെ ചില പടങ്ങൾ നമ്മൾ കണ്ടാൽ, അദ്ദേഹത്തിൻ്റെ ചില സീൻസുകൾ നമ്മൾ കണ്ടാൽ, അതിൽ നിന്നും ഈ ഡയലോഗിന് ഈ എക്സ്പ്രഷൻ, ഈ ഡയലോഗിന് ഇത്രയും കൊടുത്താൽ നന്നായിരിക്കുമെന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സിറ്റി. ജയഭാരതി. ഭാരതി ചേച്ചി എക്സലൻ്റ് ആക്ട്രസ്. ശ്രീവിദ്യ. ബ്യൂട്ടിഫുൾ ഐസ്. ഷീല. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ഹീറോയിൻ. ആണോ? അയ്യോ, ഷീലാമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമാണ്. അവരുടെ നടപ്പ്, അവരുടെ എന്താ പറയുന്ന, പണ്ടത്തെ കാലത്ത് ഈ ആരോമലുണ്ണി അങ്ങനെയുള്ള പടങ്ങളൊക്കെ വരുമ്പോൾ ഷീലാമ്മ അവരിടുന്ന ഡ്രസ്സ്, അവരുടെ മേക്കപ്പ് കുറച്ച് ആ ക്യാരക്ടറിന് വേണ്ടി കുറച്ച് ഓവറായിട്ട് ചെയ്താലും ആപ്റ്റായിരുന്നു അവർ. അത് കാരണം അവരുടെ വേ ഓഫ് എന്താ പറയുക പ്രസൻറ്റിങ് ദ റോൾ എനിക്കിഷ്ടമായിരുന്നു. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ പേരുകളല്ലാതെ ഇനി ഏത് പേര് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കുറച്ച് വാക്കുകൾ പറയും, എങ്ങനെ റിലേറ്റ് ചെയ്യുന്ന പറയാം. പാവം. സോമേട്ടൻ, ആക്ടർ സോമൻ. MG സോമൻ. അയ്യോ, പാവം മനുഷ്യനാട്ടോ, നല്ല മനുഷ്യനായിരുന്നു. വർക്ക് ചെയ്ത പടങ്ങളൊക്കെ സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ. ഹാൻസം. ഇപ്പോഴത്തെ ഇതിലാണെങ്കിൽ ആര്യ, അന്നത്തെ ആണെങ്കിൽ പ്രേം നസീർ. കഥകൾ. ഇന്നസെന്റ് ആൻഡ് ജയറാം. ഓഹ് ദൈവമേ, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ലൊക്കേഷനിലാണെങ്കിൽ ഷൂട്ടിംഗ് നടക്കുന്നത് പോലും നമ്മൾ അറിയില്ല. നിങ്ങൾ ചിരിച്ച് നിങ്ങൾ വയറ് വലിക്കുന്ന രീതിയിൽ നിങ്ങളെ ചിരിപ്പിക്കും. ബിസിനസ്. ദിലീപ്. കാരണം അദ്ദേഹം ഇപ്പം മറ്റേ അമ്മ അസോസിയേഷൻ്റെ ഇതിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് 2020 പടം എടുക്കുക അതൊക്കെ ചെയ്ത് ദിലീപിനെ കൊണ്ടേ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരെയും വെച്ചിട്ട് അങ്ങനെ ഒരു ഫിലിം എടുക്കാൻ. സോ അതിനും ഒരു ടാലൻറ്റ് വേണം. ചങ്കൂറ്റം. കമലഹാസൻ. വിശ്വരൂപം. അങ്ങനെ പുള്ളിക്കാരൻ ചെയ്യുന്ന പടങ്ങൾ, അതിനുവേണ്ടി അദ്ദേഹം എടുക്കുന്ന എഫേർട്സ്, ആ ഗെറ്റപ്പ് ചേഞ്ച്, അതിനൊക്കെ ഒരു ചങ്കൂറ്റം വേണ്ടേ. എന്ത് റിസ്ക്കിയാണെന്ന് വിചാരിച്ചിട്ട് പോലും അദ്ദേഹം അത് ചെയ്തില്ലേ. ചങ്കൂറ്റം കമലഹാസൻ.